ക്രൂശിത രക്ഷക വിമോചക. കർത്താവ് തൻ്റെ കാൽവരി യാഗത്തിലൂടെ പിശാചിൻ്റെ മേലും പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും വിജയം വരിച്ച ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ വിജയം വരിച്ചവരെ പോലെ തലയുയർത്തി നിൽക്കാനുള്ള ഒരു വിളി ഈ ദുഃഖവെള്ളിയുടെയോ അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയോ ദിനത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും സഹനങ്ങൾക്ക് അതിൻ്റെതായ അർത്ഥമുണ്ടെന്നും ലക്ഷ്യമുണ്ടെന്നും യേശുവിൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും കർത്താവ് നമ്മളോട് പറഞ്ഞു തരികയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സഹനങ്ങൾ ഒഴിവാക്കാമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ സഹനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനവും. അത് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ കർത്താവിൻ്റെ വലതുവശത്ത് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു വശത്ത് കടന്ന കള്ളൻ പറയുന്നുണ്ട്, ഈ താഴേക്ക് ചാട്, ഞങ്ങളെ രക്ഷിക്ക്, കുരിശിൽ നിന്ന് ഇറങ്ങി വാ. എങ്ങനെയൊക്കെ സഹനങ്ങള് കുരിശുകള് ഒഴിവാക്കാമെന്നുള്ള പ്രലോഭനം ഇന്ന് ഈ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവിടെയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകതയും കർത്താവിൻ്റെ കാൽവരി യാഗത്തിന്റെയും പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു വളരെ കൃത്യമായിട്ട് തൻ്റെ പീഡാസഹന മരണത്തിലൂടെ സഹനത്തിന് കൃത്യമായ അർത്ഥമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. സഹനത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്ന പല സഹനങ്ങളുടെ മുമ്പിൽ നമ്മളിങ്ങനെ ആശ്ചര്യഭരിതരായി നിൽക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സഹനങ്ങൾ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. എന്തിന് നാം ഇങ്ങനെ സഹിക്കണം എന്നൊക്കെ പല ജീവിതത്തിന്റെ വേളകളിലും നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടൊക്കെ ചോദിക്കാറുള്ളതാണ്. ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങൾക്കും കൃത്യമായ ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് റോമ 8:28 വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന്. എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനങ്ങളെയും ദൈവത്തിന് നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ പറ്റണമല്ലോ. അപ്പൊ ആ സഹനത്തിൽ ദൈവത്തിന് കൃത്യമായ ജ്ഞാനമുണ്ട്, ദൈവത്തിന് കൃത്യമായ അറിവുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടെന്നുള്ള ഉത്തരം നമ്മുടെ മുമ്പിൽ ജീവിതത്തിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ഈശോ പറഞ്ഞതുപോലെ, അപ്പാ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചില ജീവിതത്തിന്റെ സഹനങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. യേശുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഈ സുദിനത്തിൽ നമ്മൾ ചങ്കിലേറ്റേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്ങനെ സഹിക്കണമെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യതയോടുകൂടി എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് സഹനങ്ങളിലെല്ലാം യേശു വളരെ ശാന്തനായിട്ട് നിന്നുകൊള്ളുന്നതാണ്. വളരെ ശാന്തനായിട്ട് യേശു നിന്നു. അമിത വൈകാരികതകളൊന്നുമില്ല. ദേഷ്യപ്പെടുന്നില്ല, പിറുപിറുക്കുന്നില്ല, പരാതി പറയുന്നില്ല, സഹനത്തിന് കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് സ്വയം ശപിക്കുന്നില്ല, ഒന്നുമില്ല. വളരെ ശാന്തനായി യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശു നിന്നു. യെശയ്യാ 50-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്ന പോലെ അവന്റെ താടി മീശ പിടിച്ചു പറിച്ചവർക്ക് അവൻ കവിളുകൾ കാണിച്ചു കൊടുത്തു, തന്റെ പുറം തകർത്തവർക്ക് അവൻ തന്റെ പുറം കാണിച്ചു കൊടുത്തു, എന്നിട്ട് ശാന്തനെ പോലെ നിന്നു എന്നാ പറയും. അപ്പൊ സഹനങ്ങളിൽ യേശു എടുത്ത നിലപാട്, യേശു എങ്ങനെ സഹിച്ചു എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് കാണുക. പാതി വഴിക്ക് യേശു ഒന്നും അവസാനിപ്പിച്ചില്ല, പാതി വഴിക്ക് ഒന്നും നിർത്തിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, യേശുവിന്റെ മേൽ നൽകപ്പെട്ട കുരിശുമരം യേശു പാതി വഴിക്ക് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും രക്ഷ സാധ്യമാകുമായിരുന്നില്ല. എന്റെയും നിങ്ങളുടെ രക്ഷ സാധ്യമായത് പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ ദൈവജനത്തെ സ്വന്തമാക്കാൻ വേണ്ടി പുത്രന്റെ മേൽ നൽകപ്പെട്ട സഹനങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കി കാൽവരിയുടെ നെറുകയിൽ അവസാനത്തുള്ളി രക്തവും ചിന്തിക്കൊണ്ട് ഇതെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിരസ് നമിച്ചുകൊണ്ട് പിതാവിന്റെ ഹിതം പൂർത്തിയാക്കുവോളം യേശു കടന്നുപോയത് കൊണ്ടാണ് ലോകത്തിന്റെ രക്ഷ സാധ്യമായത്. രക്ഷയുടെ മൂല്യമുള്ളത് സ്വതന്ത്രമായി ദൈവകരങ്ങളിൽ നിന്ന് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നിടത്താണ് രക്ഷ സാധ്യമാകുന്നത്. നമ്മുടെ മാത്രമല്ല,
ആർക്കു വേണ്ടിയാണോ നമ്മൾ ഈ സഹനങ്ങൾ എടുക്കുന്നത്, ആരെ പ്രതിയാണോ നമ്മൾ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്നത്, അവരുടെയും രക്ഷ സാധ്യമാകുന്നത് സന്തോഷത്തോടെ ഇവ സ്വീകരിക്കാൻ, വൈമനസ്യത്തോടെ അല്ലാതെ കർത്താവിനെ പ്രതി യേശുവിന്റെ കുരിശിന്റെ യോഗ്യതയോട് ചേർത്ത് വെച്ച് ഈ സഹനങ്ങളെ നമ്മൾ എടുക്കാൻ തയ്യാറാകുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന ജീവിതങ്ങളിലും രക്ഷ സാധ്യമാകുന്നതെന്നാണ് ഇന്നത്തെ യേശുവിന്റെ കുരിശുമരണവും പീഡാസഹനവും നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ശക്തമായ സന്ദേശം. ഈ ദിവസത്തിലാണ് നമുക്ക് രക്ഷ കിട്ടിയത്. ഈ ദിവസത്തിലാണ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ യേശു ഏറ്റെടുത്തത്, നമ്മളെ വിമോചിപ്പിച്ചത്, വീണ്ടെടുത്തത്. ഈ ദിവസമാണ് പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കിയത്. ഈ ദിവസമാണ് മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെയും യേശു തോൽപ്പിച്ചത്. അതുകൊണ്ട് ഇത് രക്ഷയുടെ ദിവസമാണ്. താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും സ്തുതിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ 2 കരങ്ങൾ ശിരസിലേക്ക് എടുത്ത് വെക്കുക. നിങ്ങളുടെ ശിരസിൽ വെച്ചിരിക്കുന്ന കരങ്ങൾ യേശുവിന്റെ കരമാണെന്ന് വിശ്വസിക്കുക. ആ മുറിവിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന തിരിച്ചോര നിന്റെ ചിന്തകളെ കഴുകട്ടെ, നിന്റെ ബുദ്ധിയെ കഴുകട്ടെ, നിന്റെ ഓർമ്മകളെ കഴുകട്ടെ. നിന്റെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളെയും ഈ നിമിഷം കഴുകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരുമുറിവിൽ നിന്നൊഴുകി ഇറങ്ങും തിരിച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഇതാ കർത്താവിന്റെ കരം നിന്റെ ശിരസിൽ വെച്ചിരിക്കുന്നു. അവിടത്തെ മുറിവേറ്റ കരത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങൾ 2 മാറോട് ചേർത്ത് പിടിച്ച് മക്കളെ, സ്നേഹത്തിന്റെ ഇരിപ്പിടം ഹൃദയമാണെന്നല്ലേ പറയുക. കർത്താവ് ഒരു ഹൃദയം തന്നത് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാനല്ലേ. നമ്മുടെ ഹൃദയത്തിൽ തിന്മ നിരൂപിച്ചിട്ടില്ലേ? അവരെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? പ്രതികാര ചിന്തയോടെ പെരുമാറിയിട്ടില്ലേ? വെറുപ്പും വിദ്വേഷമൊക്കെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിട്ടില്ലേ? സ്നേഹത്തിന് വിപരീതമായ മനോഭാവങ്ങൾ കൊണ്ട് നടന്നിട്ടില്ലേ? ഇതാ കർത്താവ് തന്റെ മാറിടം നമുക്ക് വേണ്ടി കുത്തി തുറന്നു. അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഇതാ യേശുവിന്റെ മാറിടം, അവന്റെ ഹൃദയമാണ് മക്കളെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടത്. ഇതാ തുറക്കപ്പെട്ട ഹൃദയം, അത് എന്നോടുള്ള സ്നേഹമാണ്. എന്നെ കർത്താവിന്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കാനാണ് അവൻ തന്റെ ഹൃദയം കുത്തി തുറന്നത്. അവന്റെ മാറ് കുത്തി തുറക്കാൻ അവൻ അനുവദിച്ചത്. അവിടെ നിന്ന് രക്തവും വെള്ളം ഒഴുകി എന്നല്ലേ വചനം പറയുന്നത്. അവന്റെ മാറ് കുത്തി തുറന്നവന്റെ കണ്ണുകളിലേക്ക് ആ കുരിശിൽ നിന്നും രക്തവും വെള്ളം ഒഴുകിയപ്പോൾ അന്ധമായി കടന്നിരുന്നവന്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകിയവനാണ് കർത്താവെങ്കിൽ. മക്കളെ, ഇതാ തന്റെ മരണത്തിന് ശേഷവും ഈശോ നമ്മെ സ്നേഹിക്കുന്നു. ഇതാ തന്റെ മരണത്തിനപ്പുറവും അവന്റെ സ്നേഹം നമ്മളെ പിന്തുടരുന്നു എന്നതിന്റെ തെളിവല്ലേ. ജീവിതത്തിൽ മാത്രമല്ല അവൻ നമ്മെ സ്നേഹിച്ചത്, മരണത്തിലും മരണത്തിനപ്പുറവും അവന്റെ സ്നേഹം നിലനിൽക്കുന്നതാണെന്നല്ലേ. മരിച്ചു കഴിഞ്ഞു എന്ന് തിരിച്ചപ്പെടുത്താൻ വേണ്ടി അവന്റെ ചങ്കിലേക്ക് ഇതാ കുന്തം കുത്തി തുറക്കപ്പെട്ടപ്പോൾ, കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോൾ ആ ചങ്കിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയും തിരിജലവും കുത്തി തുറന്നവന്റെ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ അവന്റെ കണ്ണുകൾക്ക് അത് സൗഖ്യമായിട്ട് മാറിയില്ലേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. മലിനമായി പോയ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ഭാവങ്ങളും ഭാവനകളും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവേ നിന്റെ തിരിച്ചോരയാൽ നീ കഴുകണമേ. കർത്താവിന്റെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാൽ നമ്മളെ കഴുകണമേ എന്ന് ഈ നിമിഷം എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ദൈവത്തോട് വെറുപ്പ് സൂക്ഷിക്കുന്ന മക്കളുണ്ടോ? സഹോദരങ്ങളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന മക്കളുണ്ടോ? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരിച്ചോരയാൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
തരില്ലേ നീ നിൻ പ്രാണനെ ക്രൂശിത രക്ഷക വിമോചന നമുക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ എത്രമാത്രം വില കൊടുത്തവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ വിലയുള്ളവരാണെന്ന് സ്വർഗം നമ്മളെ ബോധ്യപ്പെടുത്തിയില്ലേ? സ്വന്തം പുത്രന്റെ അവസാനത്തുള്ളി രക്തവും കാൽവരിയിൽ വിലയായി നൽകിക്കൊണ്ടല്ലേ സ്വർഗം നമ്മളെ വീണ്ടെടുത്തത്. എന്ന് പറഞ്ഞാൽ പുത്രന്റെ രക്തത്തോളം വിലയുള്ളവരാണ് നമ്മളെന്നല്ലേ സ്വർഗം നമുക്ക് പറഞ്ഞു തന്നത്. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കാരുണ്യത്തിനൊക്കെ നന്ദി. ക്രൂശിത, നിന്റെ സ്നേഹത്തിന് നന്ദി. ക്രൂശിത, നിന്റെ കാരുണ്യത്തിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ